അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഈ വീഡിയോയിൽ കാണുന്നത് ക്ലാസ് 8 താരിഖുൽ ഇസ്ലാം 9ാമത്തെ പാഠത്തിന്റെ തദ്രീബാത്താണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. ക്ലാസ് 8 ഇതുവരെ എടുത്ത പാഠങ്ങളുടെ തദ്രീബാത്തെല്ലാം വേണമെങ്കിൽ കൂട്ടുകാർ എൻ്റെ ചാനലായ മുന്ന ഷാഹിൽ EDU എന്നതിൽ പ്ലേലിസ്റ്റ് സെക്ഷൻ എടുക്കുക. അതിൽ ഓരോ സബ്ജക്റ്റിൻ്റെയും തന്നെ പ്ലേലിസ്റ്റ് ഉണ്ടാകും. അതിൽ ആവശ്യമുള്ള സബ്ജക്റ്റിൻ്റെ ആവശ്യമുള്ള പാഠത്തിൻ്റെ തദ്രീബാത്ത് എടുത്തു നോക്കാം. തദ്രീബാത്തെല്ലാം നോക്കുന്നതിന് മുമ്പ് കൂട്ടുകാർ ഈ പാഠം നല്ലവണ്ണം വായിച്ച് മനസ്സിലാക്കുക. അൽ വഹദത്തു താസിഅ 9ാമത്തെ പാഠം ഖിലാഫത്തും ഭരണവും. തദ്രീബാത്തിൽ 1ാമത്തെ പ്രവർത്തനം, ചരിത്രത്തിന് നേരെയുള്ള വൃത്തത്തിൽ ശരി അടയാളപ്പെടുത്തുക. ഓരോന്നിനും 3 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടാകും. ചരിത്രത്തിൽ ടിക്ക് മാർക്ക് അടയാളപ്പെടുത്തണം. 1. ഹിജ്റ 16-ാം വർഷം ഹിജ്റ കലണ്ടർ നടപ്പിലാക്കി. ഓപ്ഷൻസ് നോക്കൂ. അബൂബക്കർ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു. ചരിത്രം ഉമർ റളിയല്ലാഹു അൻഹു. 2. ഉമർ റളിയല്ലാഹു അൻഹു മസ്ജിദുൽ ഹറാമും മസ്ജിദുൽ നബവിയും വിശാലമാക്കി. ഓപ്ഷൻസ് ഹിജ്റ 16-ൽ, ഹിജ്റ 17-ൽ, ഹിജ്റ 18-ൽ. ചരിത്രം ഹിജ്റ 17-ൽ. അതിൽ ടിക്ക് ചെയ്യുക. 3. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മോചിതദാസൻ. ഓപ്ഷൻസ് അസ്ലം, അബ്ബാസ്, ഉബയ്യ് ഇബ്നു കഅബ്. ചരിത്രം അസ്ലം. 4. മഹാന്മാരെ മുൻനിർത്തി തവസ്സുൽ പ്രാർത്ഥന നടത്തൽ. ഓപ്ഷൻസ് ബിദ്അത്ത്, സുന്നത്ത്, ശിർക്ക്. ചരിത്രം സുന്നത്ത്. 5. ആദ്യമായി അമീറുൽ മുഅ്മിനീൻ എന്ന പേർ സ്വീകരിച്ച ഖലീഫ. ഓപ്ഷൻസ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു. ചരിത്രം ഉമർ റളിയല്ലാഹു അൻഹു. 6. പ്രസവ ശുശ്രൂഷ നടത്തിയ ഖലീഫ പത്നി. ഓപ്ഷൻസ് അസ്മാ റളിയല്ലാഹു അൻഹ, ഉമ്മു കുൽസും റളിയല്ലാഹു അൻഹ, ഹന്തമ റളിയല്ലാഹു അൻഹ. ചരിത്രം ഉമ്മു കുൽസും റളിയല്ലാഹു അൻഹ. അടുത്ത പേജ് നോക്കൂ, പൂരിപ്പിക്കുക. 1. 1-ാം ഖലീഫയെ ജനങ്ങൾ വിളിച്ചിരുന്നത് യാ ഡാഷ് റസൂലില്ല എന്നായിരുന്നു. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് ഖലീഫത്ത്. നമുക്കിതൊന്ന് ചേർത്ത് വായിക്കാം. 1-ാം ഖലീഫയെ ജനങ്ങൾ വിളിച്ചിരുന്നത് യാ ഖലീഫത്ത് റസൂലില്ല എന്നായിരുന്നു. 2. ഉദ്യോഗസ്ഥർ വാഹനത്തിലും ഭക്ഷണത്തിലും വസ്ത്രത്തിലും ഡാഷ് പാലിക്കണമെന്ന് ഉമർ റളിയല്ലാഹു അൻഹു ഉത്തരവിട്ടു. അവിടെ പൂരിപ്പിക്കേണ്ടത് ലാളിത്യം. ഉദ്യോഗസ്ഥർ വാഹനത്തിലും ഭക്ഷണത്തിലും വസ്ത്രത്തിലും ലാളിത്യം പാലിക്കണമെന്ന് ഉമർ റളിയല്ലാഹു അൻഹു ഉത്തരവിട്ടു. 3. ഉമർ റളിയല്ലാഹു അൻഹു ഭക്ഷണം കിട്ടാത്തവർക്ക് വേണ്ടി ഡാഷ് എന്ന ഭക്ഷണശാല ഏർപ്പെടുത്തി. അവിടെ പൂരിപ്പിക്കേണ്ടത് ദാറുദ് ദഖീഖ്. ഉമർ റളിയല്ലാഹു അൻഹു ഭക്ഷണം കിട്ടാത്തവർക്ക് വേണ്ടി ദാറുദ് ദഖീഖ് എന്ന ഭക്ഷണശാല ഏർപ്പെടുത്തി. 4. ഉമർ റളിയല്ലാഹു അൻഹു മക്ക മദീന റൂട്ടിൽ ഡാഷ്ക്ക് വേണ്ടി യാത്രാ സന്നാഹങ്ങൾ ഒരുക്കി. അവിടെ പൂരിപ്പിക്കേണ്ടത് ദരിദ്രർക്ക്. ഉമർ റളിയല്ലാഹു അൻഹു മക്ക മദീന റൂട്ടിൽ ദരിദ്രർക്ക് വേണ്ടി യാത്രാ സന്നാഹങ്ങൾ ഒരുക്കി. 5. മസ്ജിദുൽ നബവിയിൽ പുനരാരംഭിച്ച ഏകീകൃത തറാവിഹ് ജമാഅത്തിന് നേതൃത്വം നൽകിയത് ഡാഷ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. അവിടെ പൂരിപ്പിക്കേണ്ടത് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു. മസ്ജിദുൽ നബവിയിൽ പുനരാരംഭിച്ച ഏകീകൃത തറാവിഹ് ജമാഅത്തിന് നേതൃത്വം നൽകിയത് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. 6. തവസ്സുൽ ശിർക്കാണെന്ന് പറയുന്നത് വിവരക്കേടും ഡാഷുമാണ്. അവിടെ പൂരിപ്പിക്കേണ്ടത് സത്യനിഷേധവും. തവസ്സുൽ ശിർക്കാണെന്ന് പറയുന്നത് വിവരക്കേടും സത്യനിഷേധവുമാണ്. അടുത്ത പ്രവർത്തനം, ഉത്തരം കണ്ടെത്താം. 1. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനെ തന്റെ ശേഷമുള്ള ഖലീഫയെ നിശ്ചയിച്ചു. എപ്പോൾ, എന്തിന്, എങ്ങനെ? ഉത്തരം, മുസ്ലിം സമുദായം തന്റെ ശേഷം ഭിന്നിക്കാതിരിക്കാൻ 1-ാം ഖലീഫയായ അബൂബക്കർ റളിയല്ലാഹു അൻഹു മരണം ആസന്നമായപ്പോൾ പ്രമുഖ സഹാബിമാരെയുമായി ആലോചിച്ചു. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനെ
തൻ്റെ ശേഷമുള്ള ഖലീഫയായി നിശ്ചയിച്ചു. 2. ഉമർ റളിയല്ലാഹു അൻഹു ഖലീഫ എന്ന തൻ്റെ ഉത്തരവാദിത്വം മുറപോലെ നിറവേറ്റി. എങ്ങനെ? ഉത്തരം: രാജ്യത്ത് നീതിയും സമാധാനവും നടപ്പിലാക്കി. ജനങ്ങൾക്ക് ഐശ്വര്യവും സ്വയം പര്യാപ്തതയും നൽകി. സൈന്യങ്ങളെ സുസജ്ജമാക്കി. യുദ്ധങ്ങൾ നയിച്ചു. ശത്രു രാജ്യങ്ങൾ ജയിച്ചടക്കി. 3. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണത്തിൻ്റെ മുഖമുദ്ര എന്തായിരുന്നു? ഉത്തരം: നീതിയും നിഷ്പക്ഷതയുമായിരുന്നു ഭരണത്തിൻ്റെ മുഖമുദ്ര. 4. നീതി നടപ്പിലാക്കാനും ക്ഷേമം ഉറപ്പുവരുത്താനും ഉമർ റളിയല്ലാഹു അൻഹു എന്തു ചെയ്തു? ഉത്തരം: നീതി നടപ്പിലാക്കാനും ക്ഷേമം ഉറപ്പുവരുത്താനും ഉത്തരവ് നൽകുക മാത്രമല്ല, അതിന് സ്വന്തത്തെ സമർപ്പണം നടത്തുക കൂടി ചെയ്തു. രാത്രിവേളയിൽ മദീനയുടെ വിവിധ ഭാഗങ്ങളിൽ ജനങ്ങളുടെ സ്ഥിതിഗതികൾ നേരിൽ കാണുവാനായി ചുറ്റിക്കറങ്ങുക പതിവായിരുന്നു. അടുത്ത പേജ് നോക്കൂ. 5. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രധാന പ്രവർത്തനങ്ങളിൽ 5 എണ്ണം പറയുക. ഉത്തരം: 1. അമീറുൽ മുഅ്മിനീൻ എന്ന പേര് സ്വീകരിച്ചു. 2. എല്ലാ ഉദ്യോഗസ്ഥരും വാഹനത്തിലും ഭക്ഷണത്തിലും വസ്ത്രത്തിലും ലാളിത്യം പാലിക്കണമെന്നും ആവശ്യക്കാരുടെ മുമ്പിൽ തങ്ങളുടെ കവാടങ്ങൾ അടക്കരുതെന്നും അങ്ങനെ ചെയ്താൽ ശിക്ഷയ്ക്ക് അർഹരാകുമെന്നും ഉത്തരവിട്ടു. 3. ഒരു ഉദ്യോഗസ്ഥനെ നിയമിക്കുമ്പോൾ അവൻ്റെ സ്വത്തുവകകളെ രേഖപ്പെടുത്തുകയും അത് വർദ്ധിച്ചതായി കണ്ടാൽ അയാളെ വിചാരണ ചെയ്യുകയും ശിക്ഷണം നൽകുകയും ചെയ്തു. 4. ഒരു കാര്യം നിരോധിച്ചാൽ സ്വന്തം കുടുംബത്തിന് അത് ആദ്യം ബാധകമാക്കുകയും അവർക്ക് ഇരട്ടി ശിക്ഷ നൽകുകയും ചെയ്തു. 5. ഭക്ഷണം കിട്ടാതെ വരുന്നവർക്ക് വേണ്ടി ദാറു ദഖീഖ് എന്ന ഭക്ഷണശാല ഏർപ്പെടുത്തി. അടുത്ത പ്രവർത്തനം: സന്ദർഭം വിവരിക്കുക. 1. അമീറുൽ മുഅ്മിനീൻ, നിങ്ങളുടെ കൂട്ടുകാരന് ഒരു ആൺകുട്ടി ജനിച്ചിട്ടുണ്ടെന്ന് സന്തോഷവാർത്ത അറിയിക്കുക. ഇത് ആരോട് എപ്പോൾ പറഞ്ഞോ ആ സന്ദർഭം വ്യക്തമാക്കണം. രാത്രിവേളകളിൽ മദീനയുടെ വിവിധ ഭാഗങ്ങളിൽ ജനങ്ങളുടെ സ്ഥിതിഗതികൾ കാണുവാനായി ഉമർ റളിയല്ലാഹു അൻഹു ചുറ്റിക്കറങ്ങുക പതിവായിരുന്നു. ഒരു രാത്രി ഒരു സ്ത്രീ പ്രസവവേദന നിമിത്തം കരയുന്നതായി കണ്ടു. അവളുടെ വശം ആഹാരമോ വേലക്കാരോ ഉണ്ടായിരുന്നില്ല. ഖലീഫ ഉടനെ വീട്ടിൽ പോയി തൻ്റെ ഭാര്യ ഉമ്മു കുൽസൂമിനെയുമായി തിരിച്ചു വന്നു. ഉമ്മു കുൽസൂം അകത്ത് കടന്ന് പ്രസവ ശുശ്രൂഷ തുടങ്ങി. ഖലീഫ ഭർത്താവിനോടൊപ്പം പുറത്ത് സംസാരിച്ചു കൊണ്ടിരുന്നു. ഈ അവസരത്തിൽ ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞ വാക്കുകളാണിത്. 2. എൻ്റെ കുറ്റഭാരം അന്ത്യനാളിൽ നീ വഹിക്കുമോ? ഇത് ആരോട് എപ്പോൾ പറഞ്ഞോ ആ സന്ദർഭം വ്യക്തമാക്കണം. അതിശൈത്യമുള്ള ഒരു രാത്രി ഖലീഫ തൻ്റെ മോചിതദാസനായ അസ്ലമിനോടൊപ്പം പുറപ്പെട്ടു. അപ്പോഴതാ ഒരു സ്ത്രീ, അവളുടെ കുട്ടികൾ വിശപ്പ് നിമിത്തം കരഞ്ഞു പുളയുന്നു. അവരെ സമാധാനിപ്പിച്ചുറക്കാൻ അടുപ്പത്ത് ഒരു കാലിച്ചട്ടി വെച്ചു. അവൾ തീ കത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഖലീഫ വേഗം ഭക്ഷണ ഗോഡൌണിലെത്തി ഭക്ഷണ സാധനങ്ങൾ ഒരു ചാക്കിൽ നിറച്ചു. അസ്ലം, ഇതെൻ്റെ ചുമലിൽ ഏറ്റിത്തരൂ എന്ന് പറഞ്ഞു. അങ്ങയ്ക്ക് വേണ്ടി ഇത് ഞാൻ ചുമന്നുകൊള്ളാം എന്ന് പറഞ്ഞ അസ്ലമിനോട് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്കുകളാണിത്. അടുത്ത പ്രവർത്തനം ഉപന്യസിക്കുക. 1. ഉമർ റളിയല്ലാഹു അൻഹു ഗർഭിണിക്ക് ശുശ്രൂഷ നൽകിയ സംഭവം. അപ്പോൾ നോക്കൂ, രാത്രിവേളയിൽ മദീനയുടെ വിവിധ ഭാഗങ്ങളിൽ ജനങ്ങളുടെ സ്ഥിതിഗതികൾ നേരിൽ കാണുവാനായി ചുറ്റിക്കറങ്ങുക പതിവായിരുന്നു. ഒരു രാത്രി ഒരു സ്ത്രീ പ്രസവവേദന നിമിത്തം കരയുന്നതായി കണ്ടു. അവളുടെ വശം ആഹാരമോ വേലക്കാരോ ഉണ്ടായിരുന്നില്ല. ഖലീഫ ഉടനെ വീട്ടിൽ പോയി തൻ്റെ ഭാര്യ ഉമ്മു കുൽസൂമിനെയുമായി തിരിച്ചു വന്നു. ഉമ്മു കുൽസൂം അകത്ത് കടന്ന് പ്രസവ ശുശ്രൂഷ തുടങ്ങി. ഖലീഫ ഭർത്താവിനോടൊപ്പം പുറത്ത് സംസാരിച്ചു കൊണ്ടിരുന്നു. അമീറുൽ മുഅ്മിനീൻ, നിങ്ങളുടെ കൂട്ടുകാരന് ഒരു ആൺകുട്ടി ജനിച്ചിട്ടുണ്ടെന്ന് സന്തോഷവാർത്ത അറിയിക്കുക എന്ന് ഉമ്മു കുൽസൂം വിളിച്ചു പറഞ്ഞപ്പോൾ മാത്രമാണ് വീട്ടുകാരൻ ഇത് ഖലീഫയാണെന്ന് മനസ്സിലാക്കിയത്. പരിഭ്രാന്തിയോടെ അയാൾ ക്ഷമാപണം നടത്തി. ഖലീഫ അവർക്ക് ആവശ്യമായതൊക്കെ നൽകി തിരിച്ചു പോന്നു. 2. ഉമർ റളിയല്ലാഹു അൻഹു വിശന്ന കുട്ടികൾക്ക് ഭക്ഷണം എത്തിച്ചു കൊടുത്ത സംഭവം. അതിശൈത്യമുള്ള ഒരു രാത്രി ഖലീഫ തൻ്റെ മോചിതദാസനായ അസ്ലമിനോടൊപ്പം പുറപ്പെട്ടു.
അപ്പോഴതാ ഒരു സ്ത്രീ അവളുടെ കുട്ടികൾ വിശപ്പ് നിമിത്തം കരഞ്ഞു പുളയുന്നു. അവരെ സമാധാനിപ്പിച്ചുറക്കാൻ അടുപ്പത്ത് ഒരു കാലിച്ചട്ടി വെച്ചു. അവൾ തീ കത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഖലീഫ വേഗം ഭക്ഷണ ഗോഡൌണിലെത്തി ഭക്ഷണ സാധനങ്ങൾ ഒരു ചാക്കിൽ നിറച്ചു. അസ്ലം, ഇതെന്റെ ചുമലിൽ ഏറ്റിത്തരൂ എന്ന് പറഞ്ഞു. അങ്ങയ്ക്ക് വേണ്ടി ഇത് ഞാൻ ചുമന്നുകൊള്ളാം എന്ന് പറഞ്ഞ അസ്ലമിനോട്, എന്റെ കുറ്റഭാരം അന്ത്യനാളിൽ നീ വഹിക്കുമോ എന്നായിരുന്നു ഖലീഫയുടെ മറുപടി. അദ്ദേഹം ഭക്ഷണം പാകം ചെയ്ത് പാത്രത്തിലാക്കി കുട്ടികളുടെ മുമ്പിൽ വെച്ചു കൊടുത്തു. അവർക്ക് ആവശ്യമായ മറ്റു വസ്തുക്കളും കൂടി നൽകി. സന്തുഷ്ടനായി അദ്ദേഹം തിരിച്ചു പോന്നു. 3. ഉമർ റളിയല്ലാഹു അൻഹു തളർവാദ രോഗിണിയെ ശുശ്രൂഷിച്ച സംഭവം. മദീനയുടെ മേൽഭാഗത്ത് ഒരു കുടലിൽ കഴിഞ്ഞിരുന്ന വൃദ്ധയും അന്ധയും തളർവാദ രോഗിണിയുമായ ഒരു സ്ത്രീയെ ഉമർ റളിയല്ലാഹു അൻഹു ഖലീഫയായിരിക്കെ പതിവായി ശുശ്രൂഷിക്കാറുണ്ടായിരുന്നു. അവരുടെ വസ്ത്രങ്ങൾ ശുചീകരിക്കുകയും അവർക്ക് ആഹാരപാനീയങ്ങൾ നൽകുകയും ചെയ്തിരുന്നു. 4. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണപരിഷ്കാരങ്ങൾ. അപ്പോൾ നോക്കൂ. 1. അമീറുൽ മുഅ്മിനീൻ എന്ന പേർ സ്വീകരിച്ചു. 2. എല്ലാ ഉദ്യോഗസ്ഥരും വാഹനത്തിലും ഭക്ഷണത്തിലും വസ്ത്രത്തിലും ലാളിത്യം പാലിക്കണമെന്നും ആവശ്യക്കാരുടെ മുമ്പിൽ തങ്ങളുടെ കവാടങ്ങൾ അടക്കരുതെന്നും അങ്ങനെ ചെയ്താൽ ശിക്ഷയ്ക്ക് അർഹരാകുമെന്നും ഉത്തരവിട്ടു. 3. ഒരു ഉദ്യോഗസ്ഥനെ നിയമിക്കുമ്പോൾ അവന്റെ സ്വത്തുവകകൾ രേഖപ്പെടുത്തുകയും അത് വർദ്ധിച്ചതായി കണ്ടാൽ അയാളെ വിചാരണ ചെയ്യുകയും ശിക്ഷണം നൽകുകയും ചെയ്തു. 4. ഒരു കാര്യം നിരോധിച്ചാൽ സ്വന്തം കുടുംബത്തിന് അത് ആദ്യം ബാധകമാക്കുകയും അവർക്ക് ഇരട്ടി ശിക്ഷ നൽകുകയും ചെയ്തു. 5. ഭക്ഷണം കിട്ടാതെ വരുന്നവർക്ക് വേണ്ടി ദാറു ദഖീഖ് എന്ന ഭക്ഷണശാല ഏർപ്പെടുത്തി. 6. ഹിജ്റ 16-ാം വർഷം ഹിജ്റ കലണ്ടർ നടപ്പിലാക്കി. 7. ഇറാഖ് 2 ഭാഗമാക്കി വിഭജിക്കുകയും ഒന്നാമത്തതിന്റെ തലസ്ഥാനം കൂഫയും രണ്ടാമത്തതിന്റെ തലസ്ഥാനം ബസറയുമായി നിശ്ചയിച്ചു. 8. ഹിജ്റ 17-ാം വർഷം മക്കയിലെ മസ്ജിദുൽ ഹറാമും മദീനയിലെ മസ്ജിദുൽ നബവിയും വികസിപ്പിച്ചു. 9. മക്ക മദീന റൂട്ടിൽ ദരിദ്രർക്ക് യാത്രാ സന്നാഹങ്ങൾ ഒരുക്കി. 5. സംഘടിത തറാവീഹിന്റെ പുനരാരംഭം. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പ്രധാന പരിഷ്കരണങ്ങളിൽ പെട്ടതാണ് തറാവീഹ് ജമാഅത്തിന്റെ ഏകീകരണം. ഒറ്റയ്ക്കും കൊച്ചു ജമാഅത്തുകളായും സ്വഹാബത്ത് നടത്തി വന്നിരുന്ന തറാവീഹ് നിസ്കാരം ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ മസ്ജിദുൻ നബവിയിൽ ഒറ്റ ജമാഅത്തായി ഏകീകരിച്ചുവെന്നത് മാത്രമാണ് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പരിഷ്കരണം. 20 റക്അത്തായുള്ള തറാവീഹും അതിന്റെ ജമാഅത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തന്നെ ഉണ്ടായിരുന്നു. ജനങ്ങളുടെ അമിതാവേശം നിമിത്തം തറാവീഹ് നിർബന്ധമാക്കപ്പെടുമോ എന്ന ആശങ്ക കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളിയിലെ ഏകീകൃത സംഘടിത ജമാഅത്ത് നിർത്തിവെക്കുകയും വീടുകളിൽ നിർവഹിക്കാൻ കൽപ്പിക്കുകയുമാണ് ഉണ്ടായത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം നിർബന്ധമാക്കപ്പെടുമോ എന്ന ആശങ്ക നീങ്ങിയത് കൊണ്ട് ഏകീകൃത ജമാഅത്ത് ഉമർ റളിയല്ലാഹു അൻഹു പുനരാരംഭിക്കുകയും സ്വഹാബത്ത് മുഴുവൻ അത് അംഗീകരിക്കുകയും ചെയ്തു. ആ ജമാഅത്തിന്റെ ഇമാമായ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു നിസ്കരിച്ച തറാവീഹ് നിസ്കാരം 20 റക്അത്തായിരുന്നു. 6. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് നടന്ന മഴയ്ക്ക് വേണ്ടിയുള്ള നിസ്കാരവും തവസ്സുൽ പ്രാർത്ഥനയും. ഹിജ്റ 18-ാം വർഷം ഹിജാസിലുടനീളം വരൾച്ചയും ജലക്ഷാമവും ഉണ്ടായി. നിരവധി പേർ വിശപ്പ് നിമിത്തം മരണപ്പെട്ടു. തദവസരം ഉമർ റളിയല്ലാഹു അൻഹു ജനങ്ങളെയുമായി മഴയ്ക്ക് വേണ്ടിയുള്ള സ്വലാത്തുൽ ഇസ്തിസ്ഖാ നടത്തുകയും അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ മധ്യവർത്തിയാക്കി പ്രാർത്ഥന നടത്തുകയും ചെയ്തു. പ്രാർത്ഥനയിൽ ഖലീഫ ഇപ്രകാരം പറഞ്ഞു: അല്ലാഹുമ്മ ഇന്നാ കുന്നാ ഇദാ ഖുഹിത്നാ അലാ അഹദി നബിയ്യിനാ തവസ്സൽനാ ഇലൈക ബിനബിയ്യിനാ വ ഇന്നാ നതവസ്സലു ഇലൈക ബിഅമ്മി നബിയ്യിനാ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, ഞങ്ങളുടെ നബി ജീവിച്ചിരിപ്പുള്ള കാലത്ത് ഞങ്ങൾക്ക് ജലക്ഷാമമുണ്ടായാൽ ഞങ്ങൾ ഞങ്ങളുടെ നബിയെ വസീലയാക്കി നിന്നോട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ ഞങ്ങളിതാ ഞങ്ങളുടെ നബിയുടെ പിതൃവ്യനെ വസീലയാക്കി നിന്നോട് പ്രാർത്ഥിക്കുന്നു. ജലക്ഷാമമുണ്ടാകുമ്പോൾ ഇങ്ങനെ തവസ്സുൽ നടത്തൽ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പതിവായിരുന്നു. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ജനങ്ങൾക്ക് ജലക്ഷാമമുണ്ടായാൽ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹുവിനെ വസീലയാക്കി മഴ തേടുക എന്നത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സമ്പ്രദായമായിരുന്നു.
കൂട്ടുകാർക്ക് ഈ പാഠത്തിന്റെ തദ്രീബാത്ത് മനസ്സിലാകില്ലേ? ഇൻഷാ അള്ളാഹ് അടുത്ത സബ്ജക്റ്റുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.